എങ്ങനെ വൈറലാകാം? ഇത്തരത്തിൽ വൈറലാകുന്ന ചില വിരുദ്ധന്മാരെ UP പോലീസ് ഇങ്ങനെ രണ്ട് കൈയിലും തൂക്കി വവ്വാലിനെ പോലെ റോഡിലൂടെ കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹായ് ഫ്രണ്ട്സ്, ആരാ കിളവൻ്റെ ഫ്രണ്ട്? ഒട്ടും ആലോചിച്ച് സമയം കളയണ്ട. നരേന്ദ്രമോദിയെ തെറി വിളിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയെ ആക്ഷേപിക്കുക, എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള വൈറൽ ആശയമാണിത്. ഇനിയെങ്ങാനും വീഡിയോയ്ക്ക് എതിർപ്പുമായി ആൾക്കാർ വന്നാൽ ദേശസ്നേഹികളായ ജനങ്ങൾ എന്ത് പ്രത്യേകിച്ചും പറയണം കേട്ടോ. എന്തെന്നാൽ അനുകൂലിക്കുന്നവരുമുണ്ട്. അങ്ങനെ ആരെങ്കിലും വന്നാൽ ശോകഭാവത്തിൽ ഒന്നും അറിയാതെ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായിരുന്ന് കരഞ്ഞങ്ങ് മെഴുകണം. പിന്നെ മാപ്പ്, കോപ്പ്, അങ്ങനെ കുറച്ച് വാക്കുകൾ പുട്ടിനിങ്ങനെ തേങ്ങ ഇടും പോലെ ഇടയ്ക്കിടയ്ക്ക് ചേർത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ രണ്ട് വീഡിയോയും വൈറൽ. ഈ കളി നല്ലതാ, പക്ഷേ അത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കും രാജ്യത്തിനുമെതിരെയാവുമ്പോൾ കളി മാറും മക്കളെ. അപ്പോൾ ചുറ്റിൽ നിന്ന് കൈകൊട്ടി ഇങ്ങനെ പിരി കയറ്റി തരുന്നവർ ഒന്നും ഉണ്ടാവില്ല കൂടെ അനുഭവിക്കാൻ. അതിനൊരു റീസെൻ്റ് ഉദാഹരണമാണ് EDക്കെതിരെയുള്ള ആക്രമണം. അകത്തായ ചകാക്കളെയെല്ലാം തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഡിഫി. മടിയിൽ കനമില്ലാത്ത നേതാവും മകളും സുഖനെതിര. ക്രിമിനൽ ജനതാ പാർട്ടിയുടെ തെരുവ് നാടകത്തിൽ ആകൃഷ്ടരായി കുറച്ച് ദേശദ്രോഹികൾ കേരളത്തിൽ ഇതുപോലെ കുറച്ച് വീഡിയോയുമായി വൈറലാകാൻ വന്നിട്ടുണ്ടായിരുന്നു. സംഭവം വൈറലായി. എതിർപ്പ് വന്നപ്പോൾ കരഞ്ഞു മെഴുകി മാപ്പ്, കോപ്പ് വീഡിയോകളും. അതിൽ ചിലരോട് പൊറുക്കുവാൻ നമുക്ക് കഴിഞ്ഞാലും മറ്റു ചിലരോട് പൊറുക്കുവാൻ ദേശസ്നേഹികളായ ഒരുത്തനും കഴിയത്തില്ല. ഇവൻ മൂക്കിന് താഴെ രോമം കിളിർത്ത് തുടങ്ങിയിട്ടില്ല. അപ്പോഴേക്കും ഇവനും പക്കേണ്ടത് ആരെയാ? വേറെ ആരെയുമല്ല, ഇന്ത്യൻ ആർമിയാണ്. ടിയർ ഗ്യാസ് കണ്ണിൽ വീണു. അങ്ങനെയുണ്ടായ വിഷമത്തിലും ആവേശത്തിലും പറഞ്ഞു പോയതാണ് മാപ്പാക്കണം, കോപ്പാക്കണം എന്ന് പറഞ്ഞവൻ പിന്നാലെ വീണ്ടും വന്നു. പിന്നെ ഈ ചാച്ചി ബസ് കാത്തു നിന്നപ്പോൾ ആരോ മൈക്കുമായി വന്നു. പിന്നെ ചാച്ചി ഒന്നും നോക്കിയില്ല. വൈറലാവാൻ കിട്ടിയ ഒരു അവസരമാണല്ലോ, നന്നായി എടുത്തങ്ങ് ഉപയോഗിച്ചു. എനിക്കൊരു തോക്ക് തരൂ, ഞാൻ വെക്കാം മോദിയെ വെടി. അങ്ങനെ ചാച്ചിയും വൈറലായി. കുറച്ചു കഴിഞ്ഞപ്പോൾ വരുന്നു ചാച്ചി കരഞ്ഞോണ്ട്, എനിക്ക് മാപ്പ് തരൂ, എൻ്റെ പൊട്ട ബുദ്ധിക്ക് കോപ്പ് തരൂ. എന്നാൽ ഇവനുണ്ടല്ലോ, വലിയ പുള്ളിയാ, ഇന്ത്യ ഒട്ടുക്ക് പിടിപാടുള്ള പുള്ളിയാ. എന്നെ തൊട്ടാൽ പോലീസ് വിവരമറിയും, ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡേഴ്സ് മുഴുവൻ ഇളകി വരും, ഒലത്തും. എന്നിട്ട് അവൻ്റെ ഒരു മാപ്പ് വീഡിയോ. പുരുഷൻ സ്ത്രൈണ ഹോർമോണിൽ ജനിക്കുന്നത് അവൻ്റെ തെറ്റല്ല. അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കുന്ന നിലപാടുകളാണ് ഇപ്പോൾ രാജ്യത്തെമ്പാടുമുള്ളത്. മോദിജി തമ്പാക്കടിച്ച് കറങ്ങിയിരുന്നാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് നീ പറഞ്ഞത് ഒരുപക്ഷെ ഞങ്ങൾ സഹിക്കും. നിന്റെ ശീലം പറഞ്ഞതാണെന്ന് കരുതി അങ്ങ് പൊറുക്കും. പക്ഷേ സ്ത്രീയെ മാതാവായി കാണുന്ന, ദൈവ അംശമായി കാണുന്ന സംസ്കാരമുള്ള ഭാരതത്തിൽ പ്രധാനമന്ത്രിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്ത് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ചത് ദേശസ്നേഹികൾ ഒരിക്കലും പൊറുക്കില്ല. ഇവനെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടത് ഗവൺമെൻറ് ചുമതലയാണ്. ഈ ഡിജിറ്റൽ തെളിവുകൾ അടിസ്ഥാനമാക്കി അത് ചെയ്യുക തന്നെ വേണം. ഇനി ഒരുത്തനുണ്ട് രാജ്യത്ത് വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത റിയൽ. ഹലോ ഗൈസ്, ഡൽഹിത്തെ പ്രൊട്ടസ്റ്റ് ഘട്ടങ്ങള് പോലീസുകാരെ അടിച്ചിട്ട് കുത്തി ഇതാക്കണങ്ങള്. ഇത് ഭയങ്കര ഹരാടാ. കയ്യിലോല് പോയി പങ്കെടുക്കേ. കാരണം കഴിഞ്ഞല്ലോ സെപ്റ്റംബറിൽ നേപ്പാളിൽ നിന്ന് എത്ര പോലീസുകാരെ തലറിഞ്ഞ് പൊട്ടിച്ച കയ്യാന്നറിയത്. എറിയന്നെ നിങ്ങൾ കണ്ടില്ലേ? ഓ എന്ത് ആരാന്നറിയാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വള്ളി വരുള്ളൂ. അന്ന് ഞാൻ മാത്രം ഉള്ളേ അവിടെ കേരളത്തിൽ നിന്നാണ്. അപ്പളാ വള്ളി വന്നേ. ഇതിപ്പോ നമ്മൾ ഇന്ത്യക്കാരെല്ലാരും ഇല്ലടാ, കുറെ ആൾക്കാരുണ്ടാവുമ്പോ എന്തിനാ പേടിക്കണേ? എനിക്ക് നല്ല പൂതി ഉണ്ട് ഡൽഹിക്ക് പോകാൻ. ഇവൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ അറിയാതെ ഒരു കല്ല് നിങ്ങൾ എടുത്തു പോകും. അത്രയ്ക്ക് എൻജോയ് ചെയ്താണ് അവൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അവന്റെ ഒരു വർണ്ണന, അതിലെ ആവേശം കേട്ടിരിക്കുന്നവനെ ഒരു നിമിഷ നേരത്തേക്കെങ്കിലും കല്ലടിപ്പിക്കുവാൻ അത് നന്നായി പ്രേരിപ്പിക്കുന്നു. എത്ര ആലങ്കാരികമായിട്ടാണ് അവൻ വർണ്ണിക്കുന്നത് നോക്കിക്കേ. എന്താ ഒരു ഭാവം. ഡൽഹിയിൽ പോയി സർവ്വതും എറിഞ്ഞ് തകർത്ത് പാർലമെന്റൊക്കെ വെടിവെച്ച് തകർത്ത് തരിപ്പണമാക്കാൻ വളരെ മധുരത്തിൽ പൊതിഞ്ഞുള്ള ഇവന്റെ ആക്രോശമാണ്. ഇവൻ പഠിച്ചതും വളർന്നതും ഇത്തരത്തിലാണ് എന്നുള്ളത് ഉറപ്പാണ്. കുട്ടികളെ അതേ രീതി പിന്തുടർന്ന് കലാപത്തിലേക്ക് നയിക്കാനാണ് ഇവൻ ശ്രമിക്കുന്നത്. എന്നിട്ട് അവന്റെയും ഒരു കോപ്പിരക്കൻ. ഇവനിത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടിയല്ല. എവിടെ ആക്രമണമുണ്ടോ അവിടെ ഇവനുണ്ട്. നേപ്പാളിലെ കലാപ സമയത്ത് ഇവൻ അവിടെയും ഉണ്ടായിരുന്നു. ആ കലാപത്തിന്റെ വീഡിയോകളും അതിന്റെ വർണ്ണനകളും അവന്റെ പേജിൽ അപ്ലോഡും ചെയ്തിട്ടുണ്ട്. പക്കാ രാജ്യദ്രോഹം, കലാപ ആഹ്വാനം. ഇവനെ ആര് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും അവരും ദേശവിരുദ്ധരാണ്. മനഃപൂർവ്വം രാജ്യത്തെ ഭരണ സംവിധാനങ്ങളെ, പ്രധാനമന്ത്രിയെ, അദ്ദേഹത്തിന്റെ മാതാവിനെ അധിക്ഷേപിച്ചവർക്കെല്ലാം, കലാപ ആഹ്വാനം നടത്തിയവർക്കെല്ലാം എതിരെ നടപടി കൈക്കൊള്ളുക തന്നെ വേണം. TGക്കെതിരെ പോസ്റ്റുകളും അന്ത്യചർച്ചകളും ഘോരഘോരം നടത്തുന്ന കേരളത്തിലെ ഒരു മുഖ്യധാര മാപ്രകളും ഇവന്റെ ഈ ആക്രോശം കേട്ടില്ല, ചർച്ച ചെയ്തില്ല എന്നതിൽ ഒരു അതിശയോക്തിയും വേണ്ട കേട്ടോ. കാരണം നിങ്ങൾ വളരെ സെലക്റ്റീവാണെന്ന് ഞങ്ങൾക്കറിയാം. നാളുകൾ ശോഭനമാക്കാൻ ഇന്നിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. നേരായ ചിന്തകൾ മാർഗദർശികളായി മാറും, നന്മകളുണ്ടാക്കും. രാജ്യത്ത് ദേശസ്നേഹികളുണ്ടാകട്ടെ.
രാജ്യമാണ് എപ്പോഴും വലുത്, എപ്പോഴും മുന്നിൽ. ജയ് ഹിന്ദ്.